എല്ലാവർക്കും ലെൻ തോട്ട്സ് വീക്ക്ലി എന്നുള്ള സീരീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നോമ്പുകാലത്തിൽ. ഇന്ന് ഒരുവിധം എല്ലാവരും പള്ളിയിൽ പോയിട്ട് വന്ന് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇന്ത്യയിലുള്ളവരാണെങ്കിൽ. പിന്നെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, യുദ്ധങ്ങളുടെ കാര്യം കേൾക്കുന്നുണ്ട്. നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഈ യുദ്ധത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. യുദ്ധങ്ങൾ ഒഴിവാക്കി കിട്ടാൻ കാരണം എന്ത് കോസിന് വേണ്ടി നടക്കുന്നൊരു യുദ്ധമാണെങ്കിലും അതിനകത്ത് ഒരുപാട് ഇന്നസെന്റ് ലൈഫ്സും കൂടെ നമുക്ക് ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. അതിപ്പോൾ ഏത് രാഷ്ട്രമാണെങ്കിലും. അപ്പം അതുകൊണ്ട് യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടാനും എല്ലായിടത്തും നിലനിൽക്കുന്ന അശാന്തിയും അസ്വസ്ഥതകളൊക്കെ മാറി നല്ലൊരു പ്രഭാതം ഉടനെ തന്നെ എല്ലാവർക്കും കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഇപ്പം നമ്മൾ ഇന്നത്തെ തോട്ട്സും ഏകദേശം ഈ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിലുള്ള ഒരു യുദ്ധമോ അങ്ങനെ കാര്യമല്ല ഞാൻ പറയണത്. നമ്മുടെ ജീവിതമാകുന്ന സമരമുഖത്ത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് പല വിധത്തിലുള്ള യുദ്ധങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഒന്നാമത്തെ കാര്യം നമ്മുടെ പേഴ്സണൽ ബാറ്റിൽസ് ആണ്. നമ്മളോട് തന്നെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം നമ്മുടെ തഴക്കദോഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കാം. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവർ നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്തൊരു ബെറ്റർ വേർഷൻ ഓഫ് സെൽഫ്, നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ നമുക്ക് സഹായകമാകുന്നത് ഇതേപോലെയുള്ള, നമുക്ക് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിന് കൂട്ടുപിടിക്കുന്നത് നമ്മുടെ ജപമാല, കുടുംബ പ്രാർത്ഥന, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന, കൂദാശ ജീവിതം, ഇതിലൂടെയൊക്കെ നമുക്ക് അത് പറ്റും. അപ്പം നമുക്ക് ആ പേഴ്സണൽ ബാറ്റിൽസിൽ എപ്പോഴും നമുക്ക് തമ്പുരാനെ കളയാതെ, തമ്പുരാനെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണൽ ബാറ്റിൽസ് ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ടാമത് വരുന്നത് നമ്മുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫെല്ലോ ബീയിങ്സിനോടുള്ള ഒരു യുദ്ധം. പല രീതിയിൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പല സമയത്തും കോൾഡ് വാർസ് പലതും നമ്മുടെ ഗ്രൂപ്പുകൾക്കിടയിൽ, നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് വരാം, അല്ലെ? കോൾഡ് വാർ എന്ന് പറയുന്നതാണ് കുറേയും കൂടെ എന്താ പറയുക, ഡേഞ്ചറസ് ആയിട്ടുള്ള വാർ. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുകയില്ല അത് യുദ്ധമാണെന്നുള്ളത്. കുറേ പേര് പുറമേന്ന് തിരിഞ്ഞു കുത്തും, പുറമെ ചിരിച്ചുകൊണ്ട് അകത്ത് വിഷം ചീറ്റിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുണ്ടാവും. നമ്മളിതൊന്നും അറിയാതെ ചിലപ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹിക്കുകയും കെയർ ചെയ്യും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ദൈവവചനമുണ്ട്, നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകികളും ആയിരിക്കണം എന്നുള്ളത്. നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരാവാനേ പല സമയത്തും നമ്മൾ ശ്രമിക്കാറുള്ളൂ, പക്ഷെ സർപ്പത്തെ പോലെ വിവേകം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിവേകം എന്നുള്ളത് നമുക്ക് ജ്ഞാനമായിട്ടും കൂടെ ബന്ധിപ്പിക്കാം. ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം, നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം എന്നുള്ളത്. ഈ ഒരു ആഴ്ച മുഴുവൻ നിങ്ങൾക്കത് സാധിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത്, വിസ്ഡം എന്ന് പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനമായിട്ട് കിട്ടുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ഒരു സമരമുഖത്ത്, ക്രൈസ്തവ ജീവിത സമരത്തിൽ നമുക്ക് തമ്പുരാനോട് കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ജ്ഞാനത്തെക്കുറിച്ചുള്ള പുസ്തകം തന്നെ, ഒരു പുസ്തകം തന്നെ നമുക്ക് ബൈബിളിലുണ്ട്. ആ ജ്ഞാനത്തിൽ ഒരുപാട് നല്ല നല്ല വാക്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയതും ഹൃദയസ്ഥമാക്കാൻ പറ്റിയതും എല്ലാമായിട്ടുള്ള വചനങ്ങളുണ്ട്. അപ്പം നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഈ ഒരാഴ്ച നിങ്ങൾ റിഫ്ലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് വലിയൊരു ഗുണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ പേഴ്സണൽ ബാറ്റിൽസിലും നമ്മുടെ ഫെലോ ബീയിങ്സിനോടുള്ള ഇതിലും എല്ലാത്തിലും നമുക്ക് അത് കിട്ടും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ഇനി അടുത്തത് വരുന്നത് നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ബാറ്റിലുണ്ടോ എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ ഏദൻ തോട്ടത്തിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കളായിരുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുമായിട്ടൊരു മല്ലിടേണ്ട ഒരു അവസ്ഥ നമ്മൾ വരുന്നില്ല. കാരണം അവിടെ ദൈവവും മനുഷ്യനും പ്രകൃതിയും എല്ലാം ഒത്തൊരുമിച്ചൊരു ഹാർമണിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാണോ മനുഷ്യൻ പാപം ചെയ്ത ദൈവത്തിൽ നിന്നകുന്നത്, അന്ന് ദൈവം പറഞ്ഞ ആ ഒരു ശിക്ഷയിൽ പെടുന്നതാണ്. എല്ലാവരും മണ്ണിട്ട് വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ, അധ്വാനിക്കണമെങ്കിൽ, നമ്മൾ അടുത്തുള്ളത് വേണം പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ എന്നുള്ളൊരു വചനം ഞാൻ ഇതിനെ കൂടെ കൂട്ടിവെക്കണം. അപ്പം നമ്മൾ പ്രകൃതിയോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത്? പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും വരുന്നുണ്ടോ? പ്ലാസ്റ്റിക് ആയാലും പൊല്യൂഷൻ ആയാലും അങ്ങനെ പല കാര്യങ്ങളും, പ്രകൃതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക, പ്രകൃതിയുമായിട്ട് യുദ്ധത്തിനിറങ്ങാൻ, പ്രകൃതിയുമായിട്ട് ഹാർമണി ജീവിക്കാനായിട്ടുള്ളൊരു കാര്യം. അപ്പം ഇതെല്ലാം ഭൗതിക തലത്തിലുള്ള ബാറ്റിൽസിനെ പറ്റി ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ബാറ്റിൽസ് ആയാലും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ, അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്സിനകത്തുള്ള ബാറ്റിൽസ്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ബാറ്റിൽസ്, ഇതൊക്കെ ഭൗതികമായിട്ടുള്ള യുദ്ധങ്ങളാണ്.
പക്ഷെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ആത്മീയമായിട്ടൊരു സമരത്തിനാണ് നമ്മളല്ലേ. നമ്മൾ ആത്മീയ സമരത്തിലുള്ള ആൾക്കാരാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവണതകളെ എഗെയിൻസ്റ്റ് ആയിട്ട്, പ്രലോഭനങ്ങളെ അതിജീവിക്കാനൊക്കെ ആയിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോർമുഖം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിലെ നമ്മുടെ ഈ ജീവിതം ഒരു പോർമുഖം തന്നെയാണ്. അവിടെ നമ്മൾ വിജയം വരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് സാധിക്കില്ല. കാരണം ആത്മീയ ജീവിത സമരത്തിൽ നമുക്ക് ഒരുപാട് ആയുധങ്ങളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കത്തിയോ കുന്തോ പോലെയുള്ള ആയുധങ്ങളല്ല. പക്ഷെ നമ്മൾ പറയുന്ന, അതായത് പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കുന്ന ആ വചനങ്ങളുണ്ടല്ലോ, അതായത് ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും, വിശുദ്ധ ഗ്രന്ഥം പറയുന്ന വിശ്വാസം, രക്ഷ, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ആയുധങ്ങളായിട്ട്. അപ്പൊ അങ്ങനത്തെ ആയുധങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചതല്ല, അതൊരിക്കലും ഒരു ഫിസിക്കൽ വെപ്പൺസ് അല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആത്മീയ സമരത്തില് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ആയുധങ്ങളാണ്. അപ്പൊ അതെല്ലാം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു സമരമുഖത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ. അങ്ങനെ വിജയിക്കുന്നവര് എവിടെയായിരിക്കും? ഇതിന്റെ വലതുഭാഗത്ത് ഈശോടൊപ്പം ആയിരിക്കും എന്നുള്ളതും നമ്മൾ ഓർക്കണം. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ വിശുദ്ധരായിട്ട് ഒരാളെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ വലിയൊരു, അതായത് റോമില് നമ്മുടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നമ്മളിങ്ങനെ ഓരോ വിശുദ്ധന്റെ, അതായത് വിശുദ്ധനാകുമ്പോൾ വലിയൊരു കേർട്ടൻ പോലെ വലിയൊരു രൂപം അവിടെ ഉണ്ടാവും. അത് ശരിക്കും എന്താ പറയുക, അതൊരു മുന്നാസ്വാദനമാണ്. നമ്മൾ ശരിക്കും ഒരു സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് ദൈവത്തിനോടൊപ്പം ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ സൗഭാഗ്യത്തിന്റെ ഒരു മുന്നോടിയാണ് ഈ വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ. അത് നമ്മുടെ എന്താ പറയുക, സഹന ജീവിതത്തിൽ അല്ലെങ്കിൽ സമര ജീവിതത്തിൽ നമ്മൾ വിജയിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു നീതിയുടെ മകുടം ചൂടാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ആ ഒരു ഓട്ടത്തിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അപ്പം ആ യുദ്ധവും നമ്മൾ തരണം ചെയ്യുക, നമ്മൾ ഓവർകം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞ ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള യുദ്ധങ്ങളിൽ നമ്മൾ സമചിത്തത കൈവിടാതെ നമ്മൾ പൊരുതണമെങ്കിൽ നമുക്ക് എന്തായാലും ദൈവം കൂട്ടുവേണം. ഇനി അതിനകത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആത്മീയ ജീവിത സമരത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ സമാധാനത്തിൻ്റെ വക്താക്കളായിരിക്കണം. നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെ സമാധാനത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ സമാധാനത്തിനുള്ള പ്രാർത്ഥന നമുക്കത് എല്ലാ ദിവസവും പരമാവധി നമുക്ക് ചൊല്ലാൻ നോക്കാം. പ്രത്യേകിച്ച് ഈ ലോക സമാധാനമൊക്കെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമുക്ക് അത് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി സമാധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവവചനം പറഞ്ഞു വയ്ക്കുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷനാണ് വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ നമ്മുടെ ഈശോന്റെ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം സമാധാനത്തിന്റെ വക്താക്കളാക്കാനായിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. അപ്പം നമ്മളായിരിക്കുന്ന വീട്ടില്, നമ്മളായിരിക്കുന്ന നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്സിൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ മേഖലകളിൽ എല്ലാം നമ്മളായിരിക്കണം സമാധാനത്തിന്റെ ദൂതുമായിട്ട് പോകേണ്ടത്. കാരണം നമ്മൾ സത്യവും വചനവും മാർഗവുമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ പിന്തുണയ്ക്കുന്നവരാണ്. യേശു ക്രിസ്തു ഒരിക്കലും ഒരു വയലൻസിന്റെ ഭാഗത്തിലൂടെ പോകുന്ന ഒരാളല്ല. പക്ഷെ അപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഈശോ ദേവാലയത്തില് അവിടെ എന്താ പറയുക, അത്രമാത്രം കണിഷ്ഠമായിട്ട് തന്നെ ദേവാലയത്തിലുള്ളവരെ മുഴുവനും, കച്ചവടക്കാരെ മുഴുവനും ആട്ടിപ്പുറത്താക്കും. അങ്ങനെ ആ ഒരു രോഷം നമുക്ക് കാണാൻ പറ്റും. സമാധാനത്തിന്റെ വക്താക്കൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ രോഷം കൊള്ളാൻ പാടില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇപ്പം ഈശോ പോലും പല സിസ്റ്റത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട്, ഇൻജസ്റ്റിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ശബ്ദമുയർത്തി വന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മുടെ ചുറ്റും കുറെ ഇൻജസ്റ്റിസ് നടക്കുമ്പോൾ നമ്മൾ മിണ്ടാതെ നിശബ്ദരായിട്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കാനല്ല ദൈവം പറയുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് സമാധാനത്തിന്റെ വക്താക്കളാവുന്നതോടൊപ്പം ഒരുപാട് പേർക്ക് വേണ്ടി നീതിയുടെ ശബ്ദം ഉയർത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഇൻജസ്റ്റിസ് ഒരു തരത്തിലും നമ്മൾ ടോളറേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. അപ്പൊ സമാധാനത്തിന്റെ വക്താക്കളാക്കുന്നതോടൊപ്പം തന്നെ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ രാജ്യം വരുന്നതിന് വേണ്ടി നമ്മൾ വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ പറയുന്ന പോലെ കോപിക്കാം, പക്ഷെ കോപം സൂര്യാസ്തമയത്തിന് നിൽക്കാൻ പാടില്ല. എന്തുണ്ടെങ്കിലും അത് പറഞ്ഞ് രമ്യതപ്പെട്ട്
വേണം നമ്മൾ ഓരോ ദിവസവും കിടന്നുറങ്ങാൻ. കാരണം നമുക്കറിയില്ല എത്ര ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കും എന്നുള്ളത്. നമ്മൾ പലതും നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നുണ്ട്, പല മരണങ്ങളും കേൾക്കുന്നുണ്ട്, പല അപകടങ്ങളും കേൾക്കുന്നുണ്ട്. ആരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്തല്ല ഇതെല്ലാം സംഭവിക്കണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് അറിയില്ല നമ്മുടെ സമയം എപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ കുരിശിൻ്റെ വഴി ചൊല്ലി ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ മരണമായിട്ട് താധ്യാനപ്പെടുമ്പോൾ, ഈശോയുടെ പീഡാസഹനങ്ങളായിട്ട് താധ്യാനപ്പെടുമ്പോൾ, നമ്മൾ ഈ യുദ്ധക്കളങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, യുദ്ധം പിരിമുറി കൊള്ളുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ക്രൈസ്തവ നിലപാട് എന്തായിരിക്കണം, നമ്മൾ എങ്ങനെ ക്രൈസ്തവരായിട്ട് നല്ല മക്കളായിട്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ മാനവികതയുടെ വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമാധാനത്തിൻ്റെ വലിയ വക്താക്കളായിക്കൊണ്ട്, എന്നാൽ നീതിയുടെയും പിന്നെ വിസ്ഡത്തിൻ്റെയും എല്ലാം ഒരു ശബ്ദമായിക്കൊണ്ട് തന്നെ ഈ ലോകത്തിലെ മോഡേൺ വേൾഡിലെ എല്ലാ യുദ്ധങ്ങളോടും നമ്മൾ സമരം ചെയ്ത്, എന്നാൽ സമാധാനത്തിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ കൂട്ടുപിടിച്ച് സഭ നൽകുന്ന പാരമ്പര്യങ്ങളിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കൊപ്പം നമുക്ക് മുന്നേറാം. അപ്പോൾ എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ലെൻറ്റ് സീസണിലെ 3ാമത്തെ ആഴ്ചയിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി മാർച്ചിലായി. അപ്പോൾ മാർച്ചിൽ നമുക്കറിയാം ഔസേപ്പിതാവിൻ്റെ വണക്കമാസമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ വണക്കമാസത്തിൻ്റെ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലാനും ഔസേപ്പിതാവിൻ്റെ കൂടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും, ആ മനുഷ്യൻ നമുക്കറിയാം എത്ര നീതിമാനായിരുന്നു. നമുക്ക് ഒരുപാടൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നില്ലെങ്കിൽ പോലും അത്രത്തോളം നീതിയോടെ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഔസേപ്പിതാവ് ഹാൻഡിൽ ചെയ്തത് നമുക്കറിയാം. പക്ഷെ എല്ലാത്തിലും ദൈവത്തോട് അത്രമാത്രം വിശ്വസ്തനായിരുന്നു. തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്ലാൻ എന്തായാലും അത് ശിരസ വഹിക്കാനായിട്ടുള്ള എല്ലാ തീരുമാനവും ഔസേപ്പിതാവിനുണ്ടായിരുന്നു. ഒരു ചോദ്യം പോലും ചെയ്യാതെ സ്വപ്നത്തിൽ എന്താണോ പറഞ്ഞത് അത് സ്വപ്നമായിട്ട് കൺസിഡർ ചെയ്ത് കളയാതെ ദൈവത്തിൻ്റെ സന്ദേശമായി തന്നെ എടുത്ത് ആക്ട് ചെയ്ത വളരെ നീതിമാനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഔസേപ്പിതാവ്. ഔസേപ്പിതാവിന് മധ്യസ്ഥം കൂടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ലെൻറ്റ് വീക്ക് 3 ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.